വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൻ്റെ സമ്മറിയാണ് ഈ എപ്പിസോഡ്. ഇവിടെ സമ്മറിയെ 2 എപ്പിസോഡുകളിലായി ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. മോക്ഷസന്യാസം എന്ന 18-ാം അധ്യായത്തിൽ ഭഗവാൻ സന്യാസത്തിലൂടെ മോക്ഷം പ്രാപിക്കാം എന്ന് അർജുനന് ഉപദേശിക്കുന്നു. അർജുന, പ്രപഞ്ചം മുഴുവനും ഒരേ പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ മറയുന്നു. എല്ലാ ജീവാത്മാക്കളിലും ഒരേ ആത്മചൈതന്യമാണ് ആത്മാവായി പ്രകാശിക്കുന്നത്. ഓരോ ശരീരവും ആത്മചൈതന്യത്താൽ പ്രവർത്തിപ്പിക്കപ്പെടുന്നു. ഇതറിഞ്ഞ് ശരീരമാണ് ഞാനെന്ന വിചാരത്തിനെ ത്യജിച്ച് ആത്മാവാണ് എൻ്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന ജ്ഞാനം നേടണം. ഈ അറിവ് നമ്മിൽ പ്രകാശിക്കാൻ അനുവദിക്കാതെ മറയ്ക്കുന്നത് മായയിലൂടെ നമുക്ക് കിട്ടുന്ന സത്വരജതമോ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് നാം ഓരോരുത്തരും കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ 3 എല്ലാവരിലും ഉണ്ടെങ്കിലും അവ കൂടിയും കുറഞ്ഞുമാണ് കാണപ്പെടുന്നത്. അതിനാൽ നമ്മുടെ ഗുണഘടനയ്ക്കനുസരിച്ച് കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഉണ്ടാകുന്നു. സത്വഗുണം നമ്മെ ആത്മീയമായി ഉയർത്തുന്നു. രജതമോ ഗുണങ്ങൾ ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങൾ കൊണ്ട് ലൗകിക സുഖങ്ങളിൽ ആസക്തിയും കർമ്മഫലാസക്തിയും ഉണ്ടാക്കി അതിനനുസരിച്ച് നീച്ച വാസനകളും ഉണ്ടാക്കുന്നു. അതിനാൽ രജതമോ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വർജിക്കുകയും അവയുണ്ടാക്കുന്ന കർമ്മ ആസക്തിയെയും കർമ്മഫല പ്രതീക്ഷകളെയും ത്യജിക്കുകയും വേണം. ഇതാണ് ത്യാഗം. ഈ വിധത്തിൽ പെരുമാറാൻ ഈശ്വര ആരാധന കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലെ ആത്മചൈതന്യത്തിലോട്ട് തിരിക്കണം. കർമ്മങ്ങളെ ആഗ്രഹത്തോടെ ചെയ്യുന്ന സമയത്തും ഉള്ളിലെ ഈശ്വരനാണ് എനിക്ക് ചെയ്യാനുള്ള കഴിവ് തരുന്നത്, അതിനാൽ ഈശ്വരാർപ്പണമായി കർമ്മത്തെ ചെയ്യണം എന്നുള്ള ബോധം വന്നാൽ ഓരോ കർമ്മവും ഈശ്വര പൂജയായി മാറും. മനോബുദ്ധികൾ ഈശ്വര സ്മരണം കൊണ്ട് ശുദ്ധമാകും തോറും ഞാനും എൻ്റേതും എന്ന അഹന്ത മമതാഭാവങ്ങൾ ത്യജിക്കാൻ നമുക്ക് സാധിക്കും. ത്യാഗം നമ്മെ പതുക്കെ സത്വഗുണസമ്പന്നനാക്കി ലൗകിക വാസനകൾ കുറഞ്ഞ് ആത്മാവിലോട്ട് അടുപ്പിക്കും. ഇതാണ് ആത്മോന്നതി. ഈ നിലയിലെത്തിയാൽ ഞാനും എൻ്റേതും എന്ന ഭാവങ്ങൾ പൂർണ്ണമായി അസ്തമിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര പൂജയായി തീരും. സാധകനെ ലോകസേവനം ചെയ്യുന്ന സന്യാസി എന്ന നിലയിൽ എത്തിക്കും. ഭഗവാൻ ത്യാഗം മാർഗവും സന്യാസം ലക്ഷ്യസ്ഥാനവുമാണ് എന്ന് പറഞ്ഞു തരുന്നു. ഈ നിലയിലെത്തിയ സാധകൻ വാസനാമാലിന്യങ്ങൾ അകന്ന് സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായ ഈശ്വരനെ ഉള്ളിൽ അറിഞ്ഞനുഭവിക്കുന്നു. മനോബുദ്ധികൾ ഏകാഗ്രമായി ആത്മാവിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ലൗകിക ബന്ധങ്ങളെല്ലാം അകന്ന് നിഷ്കാമനായി താൻ ചെയ്യുന്ന കർമ്മത്തെ ഒരു സാക്ഷിയായി കാണാൻ തുടങ്ങും. ഉദാഹരണമായി, പഞ്ചസാര കൂട്ടാൻ പാടില്ല എന്ന് ഡോക്ടർ നമ്മോട് പറഞ്ഞാൽ പഞ്ചസാരയെ ഒഴിവാക്കാൻ നാം വളരെ പ്രയാസപ്പെടും. കൂട്ടണം എന്നുള്ള ആഗ്രഹം നമ്മിൽ നിലനിൽക്കും. എന്നാൽ നിരന്തരമായ മനനിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പഞ്ചസാര അടുത്തിരുന്നാലും നമുക്ക് കഴിക്കണമെന്നോ അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന ചിന്തയോ നമുക്ക് വരുന്നതേയില്ല. മറ്റുള്ളവർ കഴിക്കുമ്പോഴും നമുക്ക് നിർവികാരനായി ഒരു സാക്ഷിയായി ഇരിക്കാൻ സാധിക്കും. ഇതാണ് നൈഷ്കർമ്മ്യ അവസ്ഥ. ഇത് തന്നെയാണ് സന്യാസം. പൂർണ്ണമായും ആഗ്രഹങ്ങളോ ഒട്ടലോ ഇല്ലാത്ത അവസ്ഥ. നിരന്തരമായ ഇന്ദ്രിയ മനോനിയന്ത്രണത്തിലൂടെ ഈ നിലയിലെത്താം എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു തരും. ഈശ്വര സമർപ്പണമായ കർമ്മയോഗത്തിലൂടെ ഭക്തി ജ്ഞാനയോഗങ്ങൾ വളർന്ന് ആത്മാനുഭൂതിയിലേക്ക് നമ്മെ നയിക്കും.
ഇങ്ങനെയുള്ള സാധകൻ പൂർണ്ണ സത്വഗുണസമ്പന്നനായി സാത്വിക കർമ്മങ്ങളിലൂടെ ജ്ഞാനിയായി തീർന്നതിനാൽ അവൻ്റെ മനോബുദ്ധികൾ സ്വയമേ ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ധാർമ്മികമായ നിയത കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്ത് സന്യാസിയായി തീരുന്നു. അവനെ കർമ്മഫലങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ക്രമേണ ത്രിഗുണാതീതനായി അമൃതുപോലുള്ള ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്യും. പരമപവിത്രമായ അന്ധകരണത്തോടു കൂടിയ സാധകൻ പ്രപഞ്ചത്തെ മുഴുവൻ ഏക ആത്മചൈതന്യമായി കാണുന്നു. ഈ നിലയിലെത്താനുള്ള മാർഗവും ഭഗവാൻ പറഞ്ഞു തരും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെന്ന് 4 വിഭാഗത്തിലായി തിരിച്ചിരിക്കുന്നു. ഈ വിവരണത്തെ കണക്കിലെടുത്ത് നാം രജോ തമോ ഗുണത്തിൽപ്പെടുന്നതായി കണ്ടാൽ അതിനെ വർജിച്ച് അതുണ്ടാക്കുന്ന നീചവാസനകളെ ത്യജിച്ച് സത്വഗുണമാർജിക്കാനും അതിലൂടെ ഗുണാതീതനാകാനും ശ്രമിക്കണം. ഭഗവാൻ ആത്മോന്നതിയിലോട്ടുയരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.